ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലെ വന്നിട്ട് ജയിൽ നോമിനേഷൻ ആയിരുന്നല്ലോ. ജയിൽ നോമിനേഷനിൽ നമ്മുടെ ഷാനവാസും റെനയാണല്ലോ ഉള്ള ആൾക്കാർ രണ്ടുപേരും. ഇവർക്ക് വന്നിട്ട് കൊടുത്ത ടാസ്ക് വന്നിട്ട് ലവ് ലെറ്റർ എഴുതണം. ലവ് ലെറ്റർ എഴുതിയിട്ട് അത് ലാലേട്ടന് കൊടുക്കണം എന്നാണ് ഇവരുടെ ടാസ്ക്. അപ്പോൾ ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞു ഇത് ഇവരെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. ഇവർ രണ്ടുപേരും നന്നായിട്ട് വായിച്ചു. അതിൽ ഷാനവാസ് എഴുതിയ ലെറ്റർ നന്നായിരുന്നു, കേൾക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ജിസൈല, ആദില, ഒനിയലാണല്ലോ ഈ വീക്കിലെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് കിട്ടിയത് ഇവർ 3 പേർക്കാണല്ലോ. ഇവർക്ക് ഈ ഗോൾഡ് കോയിൻ ഇവർക്കാണ് കിട്ടിയത്. നമ്മുടെ അനീഷിനും അക്ബറിനും വന്നിട്ട് പണിഷ്മെൻറ്റ് ടാസ്ക് ഉണ്ടല്ലോ. ഇവർക്ക് അനീഷിന് വന്നിട്ട് നോമിനേഷൻ ചെയ്യാനും പറ്റില്ല, അക്ബറിന് വന്നിട്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാനും പറ്റില്ല. ഇതാണല്ലോ ഇവർക്ക് കൊടുത്ത പണിഷ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ വന്നപ്പോൾ ചോദിച്ചു അനീഷിനോട്, അനീഷ് നോമിനേഷൻ ചെയ്യണോ എന്നുള്ള രീതിക്ക് ലാലേട്ടൻ ചോദിച്ചു. ലാലേട്ടൻ ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു അതെ, എനിക്കിപ്പോൾ ഇങ്ങനെയൊരു പണിഷ്മെൻ്റ് ഉള്ളതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ ലാലേട്ടൻ, എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അതുകൊണ്ട് ലാലേട്ടൻ ഇവർക്കൊരു ടാസ്ക് കൊടുത്തു. സൗണ്ട്, ഈ മ്യൂസിക്കൽ സൗണ്ട്, അനിമൽസിൻ്റെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു സൗണ്ട് കൊടുത്തു. അതിൽ അക്ബർ ടാസ്കിൽ ജയിച്ചു. പിന്നെ നിറയെ ജനറൽ ക്വസ്റ്റ്യൻസൊക്കെ ലാലേട്ടൻ ഓരോരുത്തരോടും ചോദിച്ചു. അനീഷിനോട് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും നന്നായിട്ട് അനീഷ് ആൻസർ പറയുന്നുണ്ടായിരുന്നു, ജനറൽ ക്വസ്റ്റ്യൻസിനൊക്കെ. ആ ടാസ്കിൽ അനീഷും ജയിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേർക്ക് ഈ നോമിനേഷനും ക്യാപ്റ്റൻസിൻ്റെയും ഇതുവരെയും പണിഷ്മെൻ്റ് ഉള്ളത് ഇവർ രണ്ടുപേരും അതിൽ ജയിച്ചു. പിന്നെ വന്നിട്ട് നമ്മുടെ ഹോട്ടൽ ടാസ്ക് ആയിരുന്നു. ഈ സീസൺ 7 വരയ്ക്കും ഉള്ളൊരു ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും മോശമായ ഒരു ഹോട്ടൽ ടാസ്ക്കായിരുന്നു ഇവർ ചെയ്തതെന്നാണ് അഭിപ്രായം. അതുകൊണ്ട് ഇപ്പോൾ ലാലേട്ടൻ പറയുന്നു ഇവർ ചെയ്തത് അത്രയും നന്നായിട്ടുണ്ട് എന്നുള്ള രീതിക്ക് ലാലേട്ടൻ പറയുന്നു. ഹോട്ടൽ ടാസ്ക് അത്രയും നന്നായി ചെയ്തു എന്നാണ് ലാലേട്ടൻ പറയുന്നത്. നമ്മൾക്ക് നോക്കുന്ന സമയത്ത് അടിയും പിടിയും ഒരു നേരാവണ്ണം കുക്ക് ചെയ്തതും ഒന്നും രൂപമില്ലാത്തൊരവസ്ഥയിലാണ് അവിടെ നമുക്ക് കണ്ടത്. ലാലേട്ടൻ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് പറഞ്ഞല്ലോ, നമ്മൾക്ക് ഇവരോട് എന്ത് സംസാരിച്ചാലും ഇവർ നേരാവണ്ണം കറക്റ്റായിട്ട് അതിനുള്ള ഒരു പ്രോപ്പറായിട്ട് ചെയ്യില്ല, അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി പിടിക്കാമെന്ന് ലാലേട്ടൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഏഴ് പണിയായിരിക്കും നമ്മൾ വിചാരിക്കാം. അതുകൊണ്ടായിരിക്കും ലാലേട്ടൻ ഇവരോട് നന്നായിട്ട് സോഫ്റ്റായിട്ട് നിൽക്കുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും നമുക്ക് തോന്നുന്നു. ഇതിൽ ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴായിക്കോട്ടെ, എന്ത് പറയുമ്പോഴായിക്കോട്ടെ, നമ്മൾ നെവിൻ്റെ തല നൂർത്തി നിൽക്കണേ ഇല്ല. ഇല്ലെങ്കിൽ നെവിൻ പിന്നെ നന്നായിട്ട് വലിയ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നെവിനായിരുന്നു. തലയും താത്തി ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കണു നെവിന് നല്ല കുറ്റബോധമുണ്ട്, ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നല്ല കുറ്റബോധമുണ്ട്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമോ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് പറയുമോ എന്നുള്ള രീതിക്കാണോ തോന്നുന്നു. നെവിൻ അങ്ങനെ ഭയപ്പെട്ട പോലെ, ഒന്നും അറിയാത്ത പോലെ തലയും താത്തിയിട്ട് അവിടെ നെവിൻ ഇരിക്കുന്നു. വന്നിട്ട് മൊത്തത്തിൽ ഫുള്ളായിട്ടും ലാലേട്ടൻ എല്ലാവരോടും ജനറൽ ക്വസ്റ്റ്യൻസും ആണല്ലോ ചോദിച്ചത്, എല്ലാവരോടും ചോദിച്ചു. അതായിരുന്നു ഇന്നലത്തെ മെയിൻ ടാസ്ക്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്കും കമൻറ്റും ചെയ്യുക. അതേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ.